ഗുരുവായൂർ ആനക്കോട്ടയിൽ പാപ്പാന്മാർ ആനയെ ക്രൂരമായി തല്ലിയത് സംബന്ധിച്ചുള്ള വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് അരിക്കൊമ്പൻ്റെ കാര്യം ഹൈക്കോടതി ചോദിച്ചത്. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണ്, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, ഇതോടൊപ്പം തന്നെ റേഡിയോ കോളറിൽ നിന്നും സിഗ്നൽ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി ആരാഞ്ഞത്. ഹൈക്കോടതി മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അരിക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം അത്രത്തോളം കണക്ട് ചെയ്യപ്പെട്ട ഒരു ആനയായിരുന്നു അരിക്കൊമ്പൻ. നമ്മളുമായി ഏറെ ബന്ധപ്പെട്ട ഒരു ആനയാണ്. അരിക്കൊമ്പൻ്റെ ചിന്നക്കനാലിൽ നിന്നുള്ള യാത്രയൊക്കെ ഏറെ വികാരനിർഭരവും ആയിരുന്നു. എന്തായാലും വനം വകുപ്പ് അതിന് മറുപടി നൽകുകയാണ്. അരിക്കൊമ്പനിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടുന്നുണ്ട് എന്നതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. വനം വകുപ്പിന് പെരിയാർ കടുവ സങ്കേതത്തിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. അവിടെയാണ് ഈ സിഗ്നൽ ലഭിക്കുന്നത്. ദിവസത്തിൽ 1-2 സിഗ്നലുകൾ കിട്ടുന്നു എന്നതാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് ആന പിടിച്ച് വിട്ട സ്ഥലത്ത് അപ്പർ കോതയാർ ഭാഗത്ത്, ഡാം ഭാഗത്ത് തന്നെയുണ്ട് എന്നതാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. അത് ആശ്വാസകരമാണ്. ഇതോടൊപ്പം തന്നെ ആന അധികം സഞ്ചരിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഇതിലൂടെ വ്യക്തമാവുകയാണ്. കേവലം ഒരു 3 കിലോമീറ്ററിനപ്പുറം ആന പോകുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദൗത്യങ്ങൾക്ക് വിധേയമായ ഒരു ആനയാണ്. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ആന ഇപ്പോൾ കൂട്ടത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാം. ഇതാണ് ഇതിലൂടെയൊക്കെ ബോധ്യമാകുന്ന ഒരു കാര്യം. ഈ ആന നിൽക്കുന്നതിന് ഒരു 7 കിലോമീറ്റർ അപ്പുറം ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റും ഉണ്ടെന്നും ഇപ്പോൾ അറിയുകയാണ്. എന്തായാലും അരിക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളമുള്ള വാർത്ത ഏറെ ആശ്വാസകരമാണ് എന്നതാണ് പറയാൻ കഴിയുക. കാരണം അരിക്കൊമ്പൻ ഇപ്പോൾ ആ തുറന്നുവിട്ട പ്രദേശത്ത് സുഗമമായി തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. 2 ദൗത്യങ്ങൾക്കാണ് ആന വിധേയമായത്. ഒന്ന് ചിന്നക്കനാലിൽ, മറ്റൊന്ന് കമ്പത്തും. ഒന്ന് കേരള വനംവകുപ്പാണ്, മറ്റിടത്ത് തമിഴ്നാട് വനംവകുപ്പായിരുന്നു. 2ഇടത്തു നിന്നും പിടിച്ച് അതിനെ റീലൊക്കേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്.